Home is not just a building, it is the address of a dream. Welcome to Framex Home Stories. This is what we see when we enter the house. കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു വുഡൻ പാനൽ വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു കോട്ട് ഹാങ്ങറാണ്. അതായത് നമ്മൾ വരുമ്പോൾ തന്നെ കോട്ടൊക്കെ ഇങ്ങനെ വെക്കാനായിട്ട് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു വേ ആണ്. ആൻഡ് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നത്തിങ് ഫീൽസ് ഓവർവെൽമിങ്. എവറിത്തിങ് ഹിയർ ഫീൽസ് വെരി കംഫോസ്ഡ്. ഈ വീട്ടിലേക്ക് ആദ്യം വരുമ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് നോട്ടീസ് ചെയ്തത് ഇറ്റ്സ് ദ കാംനെസ് ഓഫ് ദ സ്പേസ്. വളരെ ക്ലീൻ ആൻഡ് മോഡേൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ വീടിനുള്ളത്. ആൻഡ് ആസ് യു ക്യാൻ സീ ഇവരിവിടെ ഫ്ലോറിങ്ങിന് യൂസ് ചെയ്തിട്ടുള്ളത് വൈറ്റ് കളറിലുള്ള മാറ്റ് ടൈൽസ് ആണ്. ആൻഡ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ഡാർക്ക് ഗ്രേ ഫേർണിച്ചേഴ്സാണ് ഇവരിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദിസ് കോൺട്രാസ്റ്റ് ആഡ്സ് ദ ഡെപ്ത് ആൻഡ് സോഫിസ്റ്റിക്കേഷൻ ഓഫ് ദിസ് പ്ലേസ്. ആക്ച്വലി ഇറ്റ് ഫീൽസ് മിനിമൽ, but yet it's warm and welcoming. ഈ വീടിൻ്റെ ഡിവൈൻ സ്പേസ് എന്ന് പറയുന്നത് ഇവരുടെ ലിവിംഗ് റൂമിലെ ഒരു കോർണറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദാറ്റ്സ് ദെയർ പ്രയർ യൂണിറ്റ്. ഇതിനൊന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈവൻ ദോ ഇവരതൊരു വുഡ് ഫിനിഷിലാണ് ചെയ്തതെങ്കിലും ഇറ്റ് അലൈൻസ് വെൽ വിത്ത് ദ ഹോൾ സെറ്റിംഗ് ഓഫ് ദ റൂം. ഇതാണ് ഇവിടുത്തെ താഴത്തെ ടോയ്ലറ്റ്. ആൻഡ് ആസ് യു ക്യാൻ സീ ഇറ്റ് ഹാസ് എ ക്ലീൻ എസ്തെറ്റിക്. ഇവരിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കാർവിംഗ് മാറ്റിലുള്ള ഒരു ഗ്രേ കളർ ടൈലാണ്. ആൻഡ് അതിനകത്ത് കുറച്ച് ടെക്സ്റ്റേഴ്സും പാറ്റേൺസും ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ ബോർഡേഴ്സ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത് മൊസൈക് സ്ട്രിപ്പ് ടൈൽസ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ഇറ്റ് ഗിവ്സ് ദ ഹോൾ സ്പേസ് ആൻഡ് അണ്ടർസ്റ്റേറ്റഡ് ബ്യൂട്ടി. Space feels really peaceful the moment you step in. ഇതാണ് ഇവിടുത്തെ കിച്ചൺ ആൻഡ് ലിവിംഗ് ഏരിയ. യു ക്യാൻ ഫീൽ ദ റിയൽ കാം എനർജി വെൻ യു കം ഹിയർ. ആൻഡ് ഇവിടെ ലിവിംഗ് റൂമിലും അതുപോലെ തന്നെ ഹാൾവേയിലും യൂസ് ചെയ്തിട്ടുള്ള സെയിം ടൈൽസ് ആണ്. കാർവിംഗ് മാറ്റ് ഫിനിഷിലുള്ള വൈറ്റ് ടൈൽസ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഗ്രൗണ്ട് ഫ്ലോർ മൊത്തം ഒരേ ടൈല് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് എൻഹാൻസസ് ദി എലഗൻസ് ഓഫ് ദ ഹോൾ സ്പേസ്. ഈ സ്പേസിൻ്റെ തീം കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള ബ്ലാക്ക് ലൈൻസ് വരുന്ന ഗ്ലോസി ഫിനിഷിലുള്ള വൈറ്റ് ടൈൽസ് ആണ് ഇവരിവിടെ സ്പ്ലാഷ് ബാക്ക് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ദ കളർ പാലറ്റ് ഇസ് സിമ്പിൾ ബട്ട് വെരി ഇൻറ്റൻഷനൽ. വളരെ സട്ടിലായിട്ടുള്ള തീമിലുള്ള ഈ വീടിൻ്റെ കളർ പാലറ്റ് എന്ന് പറയുന്നത് വൈറ്റ്, ഡാർക്ക് ഗ്രേ ആൻഡ് ബ്ലാക്ക് ആണ്. അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫേർണിച്ചേഴ്സും പിന്നെ അവർ യൂസ് ചെയ്തിട്ടുള്ള ടൈൽസ് ആവട്ടെ കാർവിംഗ് മാറ്റ് ആൻഡ് ഗ്ലോസിയാണ്. ദിസ് ഇസ് ആക്ച്വലി മോഡേൺ ലിവിംഗ് ഇൻ എ സ്റ്റണ്ണിംഗ് വേ. ഇവിടെ ഇവർ സ്റ്റെയർ കേസിൽ യൂസ് ചെയ്തിട്ടുള്ളത് ടൈൽസ് ആൻഡ് കാർപ്പറ്റിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഇവിടെ സ്റ്റെപ്പ് റൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ടൈല് ഗ്രൗണ്ട് ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ള സെയിം ടൈലാണ്. ആൻഡ് സ്റ്റെപ്പിൽ വെച്ചിട്ടുള്ള കാർപ്പറ്റ് ആണെങ്കിൽ ഡിസൈനർ കാർപ്പറ്റ്സ് ആണ്. യൂഷ്വലി നമ്മൾ സ്റ്റെപ്സ് ഫുള്ള് കാർപ്പറ്റ് ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ സ്റ്റെപ്സിൽ മാത്രം കാർപ്പറ്റ് ചെയ്യുമ്പോൾ അതിന് ഏറ്റവും വലിയ കൺവീനിയൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും കമ്പയറിങ് ടു മൊത്തം നമ്മൾ കാർപ്പറ്റ് ഇടുമ്പോൾ. ആൻഡ് ആസ് യു ക്യാൻ സീ ഇറ്റ് ഗിവ്സ് എ വെരി സിമ്പിൾ ആൻഡ് കണ്ടംപററി ഫീൽ.
ചെയ്തിട്ടുള്ളത് ഗ്ലോസി ഫിനിഷിലുള്ള ഒരു ബ്ലൂ ഗ്രേ ആ ഒരു കോൺട്രാസ്റ്റിൽ, ഒരു ബാലൻസ്ഡ് കോൺട്രാസ്റ്റിലുള്ള ടൈൽസ് ആണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊസൈക്ക് ടൈൽ സ്ട്രിപ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ദിസ് ഗിവ്സ് എ മിനിമൽ ആൻഡ് മോഡേൺ ഫീൽ. ഇവിടെ ഇവർ ഫസ്റ്റ് ഫ്ലോർ മൊത്തം യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്രേ ക്രീം ടോണിൽ വരുന്ന ലാമിനേറ്റ് ആണ്. ആൻഡ് ഈ ലാമിനേറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൽ ജോയിൻറ്റ്സ് ഒട്ടും വിസിബിൾ അല്ല, എല്ലാം ഒറ്റ പോലെ കിടക്കുന്ന ഒരു ലാമിനേറ്റ് ആണ്. ലൈക്ക് എവറിത്തിങ് സീംസ് വെരി ഫ്ലോലെസ്. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ആൻഡ് ഇവിടെയും ആ സെയിം ലാമിനേറ്റ് തന്നെയാണ് പോകുന്നത്. ഈ ഹോൾ വീടിൻ്റെ കളർ പാലറ്റും അതുപോലെ തന്നെ ഈ ലാമിനേറ്റും കൂടി ആകുമ്പോൾ ഈ ഹോൾ സ്പേസിൻ്റെ ആ ഒരു ഭംഗി വളരെയധികം നമുക്ക് എടുത്തു കാണിക്കുന്നുണ്ട്. ഈ ബാത്റൂമിൽ ഇവർ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു സോഫിസ്റ്റിക്കേറ്റഡ് പാലറ്റ് ആണ്. ഐ വുഡ് സേ ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ. ആൻഡ് ഇവിടെയും ഒരു തിക്കർ വെർഷൻ ഓഫ് മൊസൈക്ക് ടൈൽ സ്ട്രിപ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇത് കാണുമ്പോഴും വളരെ ഭംഗിയാണ്.